നോമ്പുകാലത്തിൻ്റെ അനുഗ്രഹത്തിലൂടെ കുരിശു മരണത്തിൻ്റെ ആഴങ്ങൾ തേടിയുള്ള യാത്ര തുടരുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 കൊരിന്ത്യൻസ് 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ സെന്റ് പോൾ പറയുകയാണ്, എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം പാപമാക്കി. പാപം അറിയാത്തവനെ ദൈവം പാപമാക്കി എന്ന് സെന്റ് പോൾ പറയുമ്പോൾ അതിൻ്റെ കാരണം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ അനുഗ്രഹമെന്ന് പറയുക മാനവരാശിയുടെ നീതീകരണമാണ്. എന്ന് വെച്ചാൽ ലോകത്ത് കടന്നു വന്ന പാപം, ആ പാപത്തെ എടുത്തു മാറ്റണമെങ്കിൽ രക്തം ചിന്തിയേ മതിയാകും. രക്തം ചിന്തി പാപമോചനം സാധ്യമാക്കുവാൻ നമ്മൾ ഓരോരുത്തരും നീതീകരണം പ്രാപിക്കുവാൻ പാപമില്ലാത്ത യേശുക്രിസ്തുവിനെ ദൈവം എന്ത് ചെയ്തു? പാപമാക്കി മാറ്റി. ഗലാത്യ 3:13 മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശാപം, പാപം, ഈ ലോകത്തുള്ള സകല രോഗങ്ങള്, വേദനകള്, നിരാശകള് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരാകുന്ന എന്ന് വെച്ചാൽ സാത്വാനിക മണ്ഡലങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കൊണ്ടുവരാവുന്ന എല്ലാ മേഖലകളും, അത് പാപമാകാം, പാപത്തിന്റെ പരിണിത ഫലമായ മരണമാകാം. ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ കുരിശു മരണത്തിലൂടെ, അതും രക്തം ചിന്തിയുള്ള കുരിശു മരണത്തിലൂടെ സ്വർഗത്തിലെ ദൈവം എടുത്തു മാറ്റുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 17-ാം തീയതി 2025 ഫെബ്രുവരി മാസം 17-ാം തീയതി ഓസ്ട്രേലിയയിൽ ജെയിംസ് ഹാരിസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ 88-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുകയാണ്. എന്നാൽ ജെയിംസ് ഹാരിസൺ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ 14-ാമത്തെ വയസ്സിൽ ഒരു മേജർ ഹേർട്ട് സർജറിക്ക് വിധേയനാവുകയാണ്. ഇദ്ദേഹം ഒരു ഹൃദ്രോഗിയായിരുന്നു. ഈ രോഗത്തിൻ്റെ എന്താ പറയുന്നത്, ഈ രോഗം ഒന്ന് സൗഖ്യമാകുവാൻ ഇദ്ദേഹത്തിന് ഒരു മേജർ സർജറി വേണ്ടി വന്നു. ഈ മേജർ സർജറി നടക്കുന്ന സമയം 13 ലിറ്റർ ബ്ലഡാണ് ഈ വ്യക്തിക്ക് സ്വീകരിക്കേണ്ടി വന്നത്. തൻ്റെ ജീവൻ നിലനിർത്തുവാൻ പല വ്യക്തികളിൽ നിന്നായി 13 ലിറ്റർ ബ്ലഡ് ഈ ജെയിംസ് ഹാരിസൺ എന്ന് പറയുന്ന ഈ ഒരു ബാലന് സ്വീകരിക്കേണ്ടി വന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം സൗഖ്യമൊക്കെയായി എന്താ പറയുന്നത് ജീവിതത്തിലേക്ക് തിരികെ വന്നു കഴിഞ്ഞ് 18 വയസ്സ് പ്രായമായ സമയം മുതൽ തൻ്റെ രക്തം ദാനം ചെയ്യുവാനായി ഈ ജെയിംസ് ഹാരിസൺ തീരുമാനമെടുത്തു. അങ്ങനെ 18 വയസ്സ് തൊട്ട് 81 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ജെയിംസ് ഹാരിസൺ 1173 തവണ തൻ്റെ രക്തം ദാനം ചെയ്ത് ലോകത്തിൽ ഒരു റെക്കോർഡ് സ്ഥാപിച്ചതിന് ശേഷം 88-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, എ മാൻ വിത്ത് ഗോൾഡൻ ആംസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു എന്താ പറയുന്നത് മെഡൽ ഓഫ് ദ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ, മെഡൽ ഓഫ് ദ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ എന്ന ബഹുമതി ഈ ജെയിംസ് ഹാരിസന് നൽകിക്കൊണ്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഈ വ്യക്തിയെ ആദരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം വ്യക്തമാക്കുക. ഈ ജെയിംസ് ഹാരിസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ രക്തത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബ്ലഡിലെ പ്ലാസ്മയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ആന്റി-ഡി ഡോക്ടർമാര് കണ്ടെത്തുകയാണ്. ഈ ആന്റി-ഡി ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു കൈൻഡ് ഓഫ് മെഡിസിൻ അവിടുത്തെ ഡോക്ടർമാർ ഡെവലപ്പ് ചെയ്യുകയും
ആ ഒരു മെഡിസിൻ ഈ ആന്റി-ഡി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മെഡിസിൻ ഈ പ്രഗ്നന്റ് ലേഡീസിന്റെ, ഗർഭിണികളായ സ്ത്രീകളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന്റെയും ഈ ഗർഭിണികളുടെയും എന്താ പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള റിസ്ക് ഫാക്ടറിനെ എടുത്തു മാറ്റുവാൻ പര്യാപ്തമായിരുന്നു. ഹെമലോട്ടിക് ഡിസീസ് ഓഫ് ദ ന്യൂ ബോൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഗർഭിണികളായ സ്ത്രീകളുടെ RH D നെഗറ്റീവ് ആകുകയും കുട്ടികളുടെ RH D പോസിറ്റീവ് ആകുകയും ചെയ്യുന്ന ഒരു സമയത്ത് അങ്ങനെ ഉണ്ടാകാവുന്ന ഒരു റിസ്ക് ഒഴിവാക്കുന്നതിന് ഈ ജെയിംസ് ഹാരിസണിന്റെ ബ്ലഡിൽ നിന്നും എടുക്കുന്ന ആന്റി-ഡി ഉപയോഗിച്ച് മരുന്നുണ്ടാക്കി കുഞ്ഞുങ്ങളുടെ, അല്ലെങ്കിൽ ഈ പ്രഗ്നന്റ് ലേഡീസിന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിച്ചു എന്നാണ് വ്യക്തമാക്കുക. ഇങ്ങനെ ഈ ആന്റി-ഡി മരുന്ന് വികസിപ്പിച്ചെടുത്ത് 24 ലക്ഷം 2.4 മില്യൺ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിച്ചു എന്നാണ് രേഖകൾ വ്യക്തമാക്കുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, 24 ലക്ഷം കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിച്ച ഒരു രക്ഷകൻ എന്ന പേരിലാണ് ജെയിംസ് ഹാരിസൺ എന്ന വ്യക്തി അറിയപ്പെടുകയും ലോകം അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുകയും ചെയ്യുക. എന്നാൽ കാൽവരിയുടെ നെറുകയിൽ തന്റെ അവസാന തുള്ളി രക്തവും ഊറ്റിത്തന്ന് ഈ ലോകത്തിലുള്ള സകല മാനവരാശിയുടെയും പാപത്തിന്റെ വിമോചനം ഏറ്റെടുത്ത് മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ആ ഒരു വചനത്തിന്റെ ആന്തരികമായ അർത്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ ലോകത്ത് പാപത്തിലൂടെ കടന്നു വന്ന മരണത്തെ എടുത്തുമാറ്റി സകല മാനവരാശിക്കും നിത്യതയുടെ അവകാശം കൊടുക്കുവാൻ രക്തം ചിന്തിയ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ആഴം എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് എന്തുകൊണ്ടാണ് ലോകം കടന്നു പോവുക? ഹല്ലേലൂയ. ഈ സ്വർഗത്തിലെ ദൈവം മാനവരാശിക്ക് നൽകുന്ന ഒരു അനുഗ്രഹത്തെ ബോധപൂർവം മറച്ചുവെച്ച് എന്താ പറയുന്നത്, ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളുടെ മനസ്സിനെ അന്ധമാക്കി യേശുക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം ദൃശ്യമാകാത്ത വിധത്തിൽ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ കുരിശുമരണം എന്തെന്ന് പറയുന്നത് തിരിച്ചറിയാനാവാത്ത വിധത്തിൽ കടന്നു പോവുകയാണ്. യേശുക്രിസ്തു ജനിച്ച ബെത്ലഹേമിലും യേശുക്രിസ്തു കുരിശുമരണം നടന്ന ജെറുസലേമിലും ഗാഗുൽത്തായിലും ഒക്കെ ജീവിക്കുന്ന ആ ഒരു രാജ്യത്തെ ജനങ്ങൾ പോലും മിശിഹ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് കുരിശുമരണം സാധ്യമാക്കിയതിനു ശേഷം ഇന്ന് എന്താ പറയാ, പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇന്ന് നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ രക്തം ഇന്ന് നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് ലോകം ഇത് തിരിച്ചറിയുന്നില്ല? ഇന്ന് ലോകം, വേൾഡ് പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ 800 കോടി ജനം ഇന്ന് ലോകത്തുണ്ട്. പക്ഷേ ലോകം ഇന്ന് യേശുക്രിസ്തു ആരെന്നറിയാതെ ഒരു അന്ധകാരത്തിലൂടെ കടന്നു പോവുകയാണ്. വേൾഡ് പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ചൈനയെ പിന്തള്ളിക്കൊണ്ട് ഇന്ന് ഇന്ത്യ നമ്പർ 1 ആയിരിക്കുകയാണ്. ഏകദേശം 1.44 ബില്യൺ ജനം ഇന്ന് ഇന്ത്യയിൽ അധിവസിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ 144 കോടി ജനങ്ങളുടെ നടുവില് എത്ര പേര് യേശുക്രിസ്തു നെഞ്ചോട് ചേർത്ത് പിടിച്ച് യേശുവിന്റെ ദൈവമാണെന്നും യേശുവല്ലാതെ എനിക്ക് മറ്റൊരു ദൈവമില്ലെന്നും ഈ ദൈവത്തിന്റെ വചനമല്ലാതെ മറ്റൊരു സത്യമില്ലെന്നും എന്റെ ജീവിതം മരണം വരെ എന്റെ യേശുക്രിസ്തുവിനായി ഞാൻ സമർപ്പിക്കുന്നു എന്നും പറയുവാൻ എത്ര പേര് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലുണ്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ചൈനയിലും USA-യിലും ഇന്തോനേഷ്യയിലും ഒക്കെ എന്താ പറയുക, ഈ ഒരു വേൾഡ് പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ കഴിഞ്ഞാൽ ചൈന കഴിഞ്ഞാൽ അമേരിക്ക കഴിഞ്ഞാൽ ഇന്തോനേഷ്യ, പിന്നീട് പാകിസ്ഥാൻ, അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ യേശുക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എത്ര ശതമാനം ജനമുണ്ടെന്ന് ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇന്ന് ലോകം എടുത്താൽ ഈ 800 കോടി ജനം എടുക്കുന്നതിന് നടുവില് കേവലം 41% ജനങ്ങളാണ് ഒരു ക്രിസ്ത്യാനിറ്റി കടന്നു പോകുന്നത്. കേവലം 31% ജനമാണ് ഇന്ന് കടന്നു പോവുക. ഇവിടെ ദൈവത്തിന്റെ ജനമേ, ഇന്ന് എവിടെയാണ് തകരാറ് സംഭവിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കേവലം 12 പേരെ തന്റെ ശിഷ്യന്മാരായി തെരഞ്ഞെടുത്തുകൊണ്ട് ലോകമെങ്ങും പോയി തന്റെ സുവിശേഷം അറിയിക്കണമെന്ന് പറഞ്ഞ് യേശുക്രിസ്തു തുടങ്ങി വെച്ച
ഈ ഒരു ഗ്രേറ്റ് കമാൻഡ്മെന്റ് നെഞ്ചിൽ ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന്റെ അതിർത്തികൾ വരെയും സുവിശേഷം എത്തിക്കുവാൻ കടന്നുപോയി ഇന്ന് ആ സുവിശേഷം ഏറ്റെടുക്കുവാൻ കഴിയാത്ത വിധത്തില് എവിടെയെങ്കിലും ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അത് കണ്ടെത്തുകയും അത് തിരുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇന്ന് നമുക്കുണ്ടെന്ന് തിരിച്ചറിയുക. ലോകം ഇന്ന് ഒരു എത്തിസത്തിന്റെ ദൈവമില്ല എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് പടർന്ന് പന്തലിക്കുകയാണ്. യേശു ദൈവമാണെന്ന് തിരിച്ചറിയുവാൻ പറ്റുന്ന വിധത്തില് ഇന്നത്തെ തലമുറയെ പഠിപ്പിച്ചു കൊടുക്കുവാൻ പല ലോക രാജ്യങ്ങളിലും നമ്മളുടെ സഭകളിലും പോലും ഇന്ന് എന്താ പറയുന്നത്, നമുക്ക് സാധിക്കാതെ വരുന്നതിന്റെ പിന്നിൽ എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അനുഗ്രഹിക്കുവാൻ ഈ ലോക ചരിത്രത്തിൽ ഒരുവനുണ്ടെങ്കിൽ അത് നസ്രായനായ യേശുക്രിസ്തു മാത്രമാണെന്ന് തിരിച്ചറിയണം. ലോക ചരിത്രത്തിൽ ഏറ്റവും വേദനാജനകമായ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണമാണ്. എന്നാൽ ആത്മീയമായി നമ്മൾ എടുത്താൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി കടന്നു വരിക. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 2:21 ബൈബിൾ ഇങ്ങനെ പറയുകയാണ്, അവൻ ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്നുവെന്നാണ് പറയുക. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ഇത് ദൈവത്തിന്റെ പ്ലാനാണ്, ഇത് ദൈവത്തിന്റെ പൂർവ്വ ജ്ഞാനമനുസരിച്ച് സ്വർഗം ഒരുക്കി വെച്ചതാണ്. ഹല്ലേലൂയ. കുരിശു മരണത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ അകത്ത് ദൈവം ഒളിപ്പിച്ചു വെച്ച ദൈവിക പദ്ധതിയെ തിരിച്ചറിഞ്ഞ് ആ പദ്ധതി നമ്മുടെ തലമുറകളെ പഠിപ്പിച്ച് ലോകത്തിന്റെ അതിർത്തികൾ വരെയും യേശുക്രിസ്തു നമ്മളെ ഏൽപ്പിച്ച ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് തിരിച്ചറിയണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, യഹൂദ മത പുരോഹിതന്മാരുടെ ഒരു ഉദ്ദേശശുദ്ധിയിൽ യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചതാണ് എന്ന് നിങ്ങൾ കരുതരുത്. ഇത് ദൈവത്തിന്റെ പ്ലാനാണ്, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നിങ്ങൾ ഓർക്കുക, ക്രിസ്ത്യാനിറ്റിക്കെതിരെ നിന്ന യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നവരെ കൊന്നൊടുക്കുവാൻ അധികാരികളിൽ നിന്നും അധികാരപത്രവും തേടി ഡമാസ്കസിലേക്ക് കടന്നുപോയ സമയത്ത് യേശുക്രിസ്തുവിനെ കൂട്ടിമുട്ടി ജീവിതം മാറി ചരിത്രത്തിന്റെ ഗതികളെ മാറ്റിമറിച്ച് സെന്റ് പോൾ കൊരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യൻസ് 2-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധയോടുകൂടി വായിക്കുകയാണെങ്കിൽ അതിനകത്ത് സെന്റ് പോൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ രഹസ്യം നമുക്ക് തിരിച്ചറിയുവാൻ പറ്റും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, സെന്റ് പോൾ ഇങ്ങനെ പറയുകയാണ്, പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു. എന്നിട്ട് പറയുക, അത് ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനമല്ല. പിന്നെ എന്താണ്? ലോകത്തിന്റെ ലൗകിക ജ്ഞാനമല്ല, ഇത് ദൈവത്തിന്റെ ജ്ഞാനമാണെന്ന് സെന്റ് പോൾ വ്യക്തമാക്കുന്നു. പിന്നീട് പറയുകയാണ്, ഇത് രഹസ്യമാണ്, ഇത് നിഗൂഢമാണ്, ഇത് ദൈവിക ജ്ഞാനമാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് സാധാ ഒരു ലൗകിക വിജ്ഞാനമല്ല, ഇത് രഹസ്യമായ നിഗൂഢമായ ദൈവത്തിന്റെ ജ്ഞാനമാണ്. അത് നമ്മൾ ഓരോരുത്തരുടെയും മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു. യുഗങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, ഈ ആകാശവും ഭൂമിയും സകല ചരാചരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, അനാദികാലം മുതലേ ത്രിയേക ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം നമ്മുടെ മഹത്വത്തിന് വേണ്ടി, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മുടെ നീതീകരണത്തിന് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ച ഒരു വലിയ അനുഗ്രഹത്തിന്റെ പദ്ധതി. അത് രഹസ്യമാണ്, അത് നിഗൂഢമാണ്, അത് ദൈവിക ജ്ഞാനമാണ്. ഇത് തിരിച്ചറിയുവാൻ ഈ ലോകത്തിന്റെ അധികാരികൾക്ക് സാധിച്ചില്ല എന്നാണ് ബൈബിൾ വ്യക്തമാക്കുക. 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്, ഈ ലോകത്തിന്റെ അധികാരികൾക്കാർക്കും അത് ഗ്രഹിക്കുവാൻ സാധിച്ചില്ല. സാധിച്ചിരുന്നുവെങ്കിൽ മഹത്വത്തിന്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനകത്തൊരു രഹസ്യമുണ്ടെന്നും ഇതിനകത്തൊരു ദൈവിക പദ്ധതി ഉണ്ടെന്നും ഈ അന്ധകാരത്തിന്റെ ശക്തികള്, സാത്താനിക മണ്ഡലങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അവര് മഹത്വത്തിന്റെ കർത്താവിനെ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു. ഓർക്കുക, ഈ ലോകത്തിന്റെ അധികാരി സാത്താൻ തിരിച്ചറിഞ്ഞില്ല. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, കുരിശു മരണത്തിൽ ദൈവം ഒളിപ്പിച്ചു വെച്ച രഹസ്യം
അത് അറിഞ്ഞിരുന്നുവെങ്കിൽ കുരിശുമരണം നടക്കത്തില്ലായിരുന്നു എന്നാണ് സെന്റ് പോൾ പറയുക. യേശുക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. പീലാത്തോസ് അറിഞ്ഞില്ല, റോമൻ സാമ്രാജ്യം അറിഞ്ഞില്ല, കയ്യാഫാസ് അറിഞ്ഞില്ല, ഹന്നാസ് അറിഞ്ഞില്ല, റോമൻ പടയാളികൾ അറിഞ്ഞില്ല. എല്ലാവരുടെയും കണ്ണുകളെ ഇതിൽ നിന്നും മറച്ചു പിടിച്ചു. എന്നാൽ നമ്മൾ ഓരോരുത്തരും ഇതറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇത് കൊരിന്തിലെ സഭയ്ക്ക് വേണ്ടി മാത്രം എഴുതിയ ലേഖനമല്ല. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ 800 കോടി ജനത്തിന്റെയും കണ്ണ് തുറപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സെന്റ് പോളിലൂടെ എഴുതി വെച്ച ഈ ഒരു സത്യത്തെ തിരിച്ചറിയുകയും ഈ സത്യം നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുകയും ഈ സത്യം ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിക്കുകയും ചെയ്യണമെന്നുള്ളത് തിരിച്ചറിയുക. കാരണം ഇന്ന് ഈ ലോകത്തിന്റെ ദേവൻ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആ പ്രകാശം ദൃശ്യമാകാത്ത വിധത്തില് സകല മനുഷ്യരുടെയും കണ്ണുകളെ അന്ധമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സുവിശേഷത്തിന്റെ പ്രകാശം ഒരാൾക്ക് പോലും ദൃശ്യമാകുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് തിരിച്ചറിയുവാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്തെന്നറിയാമോ? ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തില് സെന്റ് പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് 2 ലോ പ്രവർത്തിക്കുന്നു, 2 നിയമങ്ങൾ ഈ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ നിയമം, ജീവാത്മാവിന്റെ നിയമം. മറ്റൊന്ന് പാപത്തിന്റെ മരണത്തിന്റെ നിയമം. ഹല്ലേലൂയ. അപ്പം ഈ ലോകത്ത് ആത്മീയ ലോകമുണ്ട്, ഭൗതിക ലോകമുണ്ട്, സ്പിരിച്വൽ വേൾഡ് ഉണ്ട്, ഫിസിക്കൽ വേൾഡ് ഉണ്ട്. എന്നാൽ ഈ 2 രാജ്യങ്ങളും, ആത്മീയ ലോകവും ഭൗതിക ലോകവും നിലനിൽക്കുമ്പോൾ ഈ 2 ലോകത്തിനും 2 രാജാക്കന്മാരുണ്ട്. ഈ 2 ലോകത്തിനും നിയമ സംഹിതകളുണ്ട്. ആത്മീയ ലോകത്തിന്റെ നിയമം എന്ന് പറയുക ദൈവത്തിന്റെ വചനമാണ്, ബൈബിളാണ്. എന്നാൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ എന്നിലേക്കൊന്ന് നോക്കുമ്പോൾ ഞാൻ ഏത് രാജാവിനെയാണ് ഞാൻ അനുസരിക്കുന്നത് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. എൻ്റെ ദൈവത്തിന്റെ വചനമാണ് ഞാൻ അനുസരിക്കുന്നതെങ്കിൽ ഞാൻ ആത്മീയ ലോകത്തും ആത്മീയ ലോകത്തിന്റെ രാജാവായ നസ്രാനായ യേശുക്രിസ്തുവിനെയും ഞാൻ പിൻപറ്റുന്നു. ഈ വചനം ഞാൻ അനുസരിക്കുന്നില്ലെങ്കിൽ, ഈ വചനത്തോട് എനിക്ക് എന്താ പറയുന്നത്, ഒരു പ്രതിബദ്ധത ഇല്ലെങ്കിൽ, ഞാൻ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് ഈ ലോകത്തിന്റെ ദേവനെയാണ് ഞാൻ പിൻപറ്റുന്നതെങ്കിൽ ഞാൻ കടന്നു പോകുന്നത് പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിലാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ ജനമേ, എന്നെ ആരാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് ആ സമയത്ത് ആ വ്യക്തിക്ക് തിരിച്ചറിയുവാൻ പറ്റും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്ന് കുരിശു മരണത്തെ കുറിച്ച് ആർക്കും അറിയാൻ പറ്റുന്നില്ല. കാരണം കുരിശു മരണം അറിയാൻ സാത്താനിക മണ്ഡലങ്ങൾ ഒരാളെയും അനുവദിക്കുകയില്ല. പള്ളിയിൽ പോകുന്നതോ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതോ അല്ലെങ്കിൽ ഈ ദൈവവചനം ഗ്രഹിക്കുന്നതോ ഒന്നിനും അനുവദിക്കാത്ത വിധത്തില് നമ്മുടെ കണ്ണുകളെ അന്ധമാക്കി വെക്കും. എന്നാൽ കാലഘട്ടങ്ങളുടെ നടുവില് യേശുക്രിസ്തുവിന്റെ കുരിശുമരണം സ്വർഗം എന്ത് ചെയ്തു? രഹസ്യമാക്കി വെച്ചു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണമാണ്. നിങ്ങൾ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യൻസ് 1-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സെന്റ് പോൾ തന്നെ പറയുകയാണ്, യഹൂദർ അടയാളം ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതീയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ശ്രദ്ധിക്കുക, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുവെന്ന് സെന്റ് പോൾ വിളിച്ചു പറയുകയാണ്. യഹൂദർക്ക് ഇടർച്ചയ്ക്ക് കാരണമായത് യേശുക്രിസ്തു 6-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തില് 5 അപ്പം 5000 ആക്കുകയും പിന്നെ വെള്ളത്തിന്റെ മീതെ നടക്കുകയും ഒക്കെ ചെയ്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിച്ചപ്പോ നിരവധി പേര്, മൾട്ടിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ, നിരവധി ജനം യേശുക്രിസ്തുവിനെ പിൻപറ്റി. അങ്ങനെ കടന്നു വന്ന ജനത്തോട് യേശുക്രിസ്തു ഈ ജീവന്റെ അപ്പത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, നിങ്ങൾ എൻ്റെ രക്തം പാനം ചെയ്യണം, ഞാൻ ജീവന്റെ അപ്പമാണ്, ഞാൻ എൻ്റെ ഈ തിരുശരീര രക്തങ്ങളെ ഏറ്റെടുക്കുന്നവർക്ക് ജീവനുണ്ട് എന്നൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് യഹൂദ ജനത്തിന് ഇടർച്ചയ്ക്ക് കാരണമായി. എന്താണ് ഇടർച്ചയ്ക്ക് കാരണം? എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ശരീരം ഭക്ഷിക്കുക? എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ രക്തം പാനം ചെയ്യുക?
ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ കടന്നു വന്നപ്പോ ഈ ജനം ജീവന്റെ അപ്പം ഞാനാണെന്നും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നത് ഈ ജീവന്റെ അപ്പം ഞാനാണെന്നും ഒക്കെ യേശുക്രിസ്തു പഠിപ്പിച്ചപ്പം അത് അവർക്ക് ഇടർച്ചയ്ക്ക് കാരണമായി. അങ്ങനെ ഈ ജനം പറഞ്ഞു, ഈ വചനം കഠിനമാണ്, അവര് മടങ്ങിപ്പോകുവാനുള്ള തീരുമാനമെടുത്തു. ഇതിന്റെ നടുവിൽ യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞു, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവനേകുക. ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ വചനം ആത്മാവും ജീവനുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം ആത്മാവും ജീവനുമാണ് എന്ന് യേശുക്രിസ്തു പറഞ്ഞത് അവർക്ക് മനസ്സിലാകാതെ കടന്നുപോയി. എന്നാൽ ഇന്ന് ഈ ഇടർച്ചയ്ക്ക് കാരണമായ എല്ലാ സാധ്യതകളെയും മാറ്റിമറിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്, ഈ കുരിശു മരണത്തിന്റെ അകത്ത് നിലനിൽക്കുന്ന ഈ സത്യത്തെ, അതായത് യഹൂദർക്ക് അടയാളം വേണം, ഗ്രീക്കുകാർക്ക് വിജ്ഞാനം വേണം. അവരടയാളം നോക്കി കടന്നുപോയി. പക്ഷേ ഗ്രീക്കുകാർക്ക് വിജ്ഞാനം, അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും അങ്ങനെ ഫിലോസഫി, അങ്ങനെയുള്ള ഫിലോസഫേഴ്സ് ജീവിച്ച കാലഘട്ടത്തില് അവരാ ലോജിക്കും ഹ്യൂമൻ റീസണിങ്ങും കൾച്ചറൽ വാല്യൂസും ഒക്കെ നോക്കി അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് വില കൊടുത്തില്ല. അങ്ങനെ വന്നപ്പോൾ യഹൂദർക്ക് ഇടർച്ചയായതും ഗ്രീക്കുകാർക്ക് ദോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് സെന്റ് പോൾ കടന്നു വരികയാണ്. വെറും ക്രിസ്തുവിനെ അല്ല എന്ന് നിങ്ങൾ ഓർക്കുക, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഹല്ലേലൂയ. പിന്നീട് ഈ 1 കൊരിന്ത്യൻസ് 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ വീണ്ടും സെന്റ് പോൾ പറയുകയാണ്, നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഞാൻ ദൈവത്തെ പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാഗ്വിലാസത്താലോ അല്ലെങ്കിൽ വിജ്ഞാനത്താലോ ഒന്നുമല്ല. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയണ്ട എന്ന് തീരുമാനിച്ചു. ശ്രദ്ധിച്ച് ആ വാക്യം ഒന്ന് വായിച്ചേ. യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും എനിക്കറിയണ്ട എന്ന് സെന്റ് പോൾ തീരുമാനിക്കുകയാണ്. സെന്റ് പോൾ പറയുകയാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും എനിക്കറിയണ്ട. കാരണം ഇതൊരു രഹസ്യമാണ്, ഇത് ദൈവീക ജ്ഞാനമാണ്, ഇത് യുഗങ്ങൾക്ക് മുമ്പുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇത് നമ്മൾ അറിയണം. ഇതറിയാതെ കടന്നുപോയാൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അത് നമ്മുടെ ജീവിതത്തിൽ പരാജയത്തെ കൊണ്ടുവരുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. യേശുക്രിസ്തുവിന്റെ ജനനം ഈ ലോകത്ത് സംഭവിക്കുകയാണ്. കാരണം പാപത്തിന്റെ ഒരു പരിഹാരമെന്ന് പറഞ്ഞ് ഉൽപ്പത്തി 3:15 പ്രവചനത്തെ പൂർത്തീകരിച്ച് ഗലാത്യ 4:4 കാലസമ്പൂർണതയില് മറിയത്തിന്റെ ഉദരം കടമെടുത്തുകൊണ്ട് യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുകയാണ്. കാരണം യേശുക്രിസ്തുവിന്റെ ജനനമെന്ന് പറയുമ്പോൾ പാപത്തിന്റെ ഒരു വിമോചനം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 1:21 നമ്മൾ കാണുന്നുണ്ട്, അവൻ യേശു എന്ന് പേർ വിളിക്കണം, അവൻ ജനത്തിന്റെ പാപത്തിൽ നിന്ന് മോചനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. പിന്നാൽ യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ 1 യോഹന്നാൻ 3:8 യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. ഹല്ലേലൂയ. സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. കൊളോസോസിന്റെ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുകയാണ്, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ യേശുക്രിസ്തു മായ്ച്ചു കളഞ്ഞു. പിന്നെന്താണ്? അവൻ കുരിശിൽ തറച്ച് അവയെ നിഷ്കാസനം ചെയ്തു എന്നാണ് ബൈബിൾ പറയുക. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും യേശുക്രിസ്തു നിരായുധമാക്കി. അവൻ അവയുടെ മേൽ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾക്കെതിരെ സാത്താനിക മണ്ഡലങ്ങൾ എഴുതി വെച്ച സകല ലിഖിത നിയമങ്ങളെയും പരസ്യമായി കുരിശിൽ അവഹേളന പാത്രമാക്കി സാത്താന്റെ തലയെ തകർത്ത് അവന്റെ ആയുധങ്ങളെ നിരായുധമാക്കി അവന്റെ പ്രവൃത്തികളെ ക്യാൻസൽ ചെയ്തുകൊണ്ട് കുരിശിൽ യേശുക്രിസ്തു തന്റെ രക്തം ചിന്തി വിജയം പ്രഖ്യാപിച്ചുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ തിരിച്ചോര തുള്ളികളിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അനുഗ്രഹത്തെ ഏറ്റെടുക്കുവാൻ എന്തേ നമുക്ക് ഇന്ന് സാധിക്കാതെ കടന്നു പോകുവാൻ എങ്ങനെ സാധിക്കും?
അത് ഏറ്റെടുക്കുവാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കത്തില്ല. ഇന്ന് ഈ ലോക ചരിത്രത്തിൽ നിങ്ങൾക്കെതിരെ അത് ക്യാൻസർ ആകാം, അത് ട്യൂമർ ആകാം, അത് രോഗമാകാം, ബാധ്യതയാകാം, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയാകാം, വിവാഹ തടസ്സമാകാം, എന്തുമായിക്കൊള്ളട്ടെ, ജോലിയില്ലാത്ത അവസ്ഥകളോ, മക്കളെ നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ പ്രതികൂലങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, എല്ലാം യേശുക്രിസ്തു കാൽവരിയിൽ എടുത്തു മാറ്റി എന്ന് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്കെതിരെ വിധി പ്രസ്താവിച്ച സകലതിനെയും യേശുക്രിസ്തു കാൽവരിയിൽ തോൽപ്പിച്ചു. സാത്താന്റെ തലയെ തകർത്ത് യേശു വിജയം പ്രഖ്യാപിച്ചു. സാത്താൻ നമ്മുടെ മേൽ ആധിപത്യം എടുക്കുന്നത് ഒന്ന് പാപമാണ്. ദൈവത്തിൽ നിന്നും അകറ്റുന്നതാണ് പാപം. പാപം എന്ന് പറയുക, ഒരു പാപം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ ദൈവത്തിൽ നിന്നും ആ വ്യക്തിയെ പാപത്തിലൂടെ അകറ്റുകയാണ് ചെയ്യുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പാപത്തിലൂടെ കടന്നു വന്ന, നമ്മളെ ബാധിച്ച, അത് രോഗമാകാം, ബാധ്യതയാകാം, മാനസികമായ പ്രതിസന്ധികളാകാം, കുടുംബ ബന്ധത്തില്, വിവാഹ മോചനത്തില്, അല്ലെങ്കിൽ ബിസിനസ്സില്, എവിടെയാണോ നമ്മൾ പരാജയപ്പെട്ടത്, ജോലിയിലെ പ്രതിസന്ധിയാണോ, സാമ്പത്തിക ബുദ്ധിമുട്ടാണോ, അങ്ങനെ നിങ്ങൾ ഏത് മേഖല എഴുതി വെച്ചുകൊള്ളൂ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാത്താനിക ശക്തികളെ യേശുക്രിസ്തു തകർത്തു. കാൽവരിയിൽ യേശുക്രിസ്തു തകർത്തു. ഹല്ലേലൂയ. ഉൽപ്പത്തിയില് 3-ാം അധ്യായത്തിൽ പാപം കടന്നു വരികയാണ്. അപ്പോൾ തന്നെ ദൈവം പ്രഖ്യാപിച്ചു, പദ്ധതി പ്രഖ്യാപിച്ചു. ഉൽപ്പത്തി 3:15 എന്താണ് കടന്നു വന്നത്? ആ പ്രവചനമാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 6, 7, 8 വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്താതെ കുരിശിൽ മരിക്കാനായി തന്നെ താഴ്ത്തി ലോകത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വരികയാണ്. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, കുരിശു മരണം വഴി മാനവരാശിയെ രക്ഷിക്കുവാൻ. എന്നാൽ ഇന്ന് 1 കൊരിന്ത്യൻസ് 1:18 പറയുന്നു, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. കുരിശിൽ ഒരു വലിയ സന്ദേശമുണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ. ആ സന്ദേശത്തെ ഏറ്റെടുക്കുവാൻ നാശത്തിലൂടെ ചരിക്കുന്ന ഒരു ജനത്തിന് സാധ്യമാകത്തില്ല. എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ, അത് ദൈവത്തിന്റെ അനുഗ്രഹം അത്രേ എന്ന് സെന്റ് പോൾ വ്യക്തമാക്കുകയാണ്. യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെയും ഏറ്റെടുക്കാത്തത് ഭോഷത്വമാണെങ്കിൽ, ഏറ്റെടുത്താൽ അത് രക്ഷയാണ്, നിത്യരക്ഷയാണ്. അത് ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും കുരിശുമരണം ഏറ്റെടുക്കാതെ അനുഗ്രഹമില്ല എന്ന് തിരിച്ചറിയുക. ലോകത്തെ കിടുകിട ഉറപ്പിച്ച നിരവധി മഹാരഥന്മാര് ഈ ലോകത്തിലൂടെ കടന്നുപോയി. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ലോകത്തിന്റെ 70% കീഴടക്കി. നെപ്പോളിയൻ, ജൂലിയസ് സീസർ, ഹിറ്റ്ലർ, അങ്ങനെ നിരവധി വ്യക്തിത്വങ്ങൾ. എല്ലാവരും ജനിച്ചു, എല്ലാവരും മരിച്ചു. അങ്ങനെ നിരവധി പേര് ഈ ലോകത്തിൽ കടന്നു വന്ന് ഇവരിൽ ആരുടെയും ജനനത്തിന്റെ സമയത്തോ മരണത്തിന്റെ സമയത്തോ അസാധാരണമായ ഒരു കാര്യവും സംഭവിച്ചില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനന സമയത്തും യേശുക്രിസ്തുവിന്റെ മരണസമയത്തും അസാധാരണമായ സംഭവങ്ങൾ ഇവിടെ നടക്കുകയാണ്. ഒരിടത്തും കേട്ടിട്ടില്ലാത്ത, കേട്ടുകേൾവിയില്ലാത്ത പല സംഭവങ്ങളും ഇവിടെ നടക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ ജനമേ, നിങ്ങള് ഈ കുരിശു മരണത്തിന്റെ അകത്തു നടന്ന എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും പഠിക്കുവാൻ ഇന്ന് നമുക്ക് സാധ്യമാകണം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കാര്യം വെക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ കുരിശു മരണത്തിന്റെ ഇരു സൈഡിലും, വലത് സൈഡിലും ഇടത് സൈഡിലും 2 കള്ളന്മാരെ നമുക്ക് കാണുവാൻ പറ്റും. ഇത് ഹോൾ വേൾഡിനെ ഈ ഒരു കുരിശുമരണത്തിന്റെ സമയത്ത് തന്റെ ഇടതും തന്റെ വലതുമായി യേശുക്രിസ്തു കൊണ്ടുവരികയാണ്. ഇടതുവശത്തെ കള്ളൻ എന്താ പറയുന്നത്? ഇടതായാലും വലതായാലും കള്ളനാണ്. എന്നാൽ ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, റോമാലേഖനം 3:23 എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ മഹത്വത്തിന് അയോഗ്യരായി. ഇവിടെ ദൈവത്തിന്റെ ജനമേ, ഈ അയോഗ്യത, ഈ പാപത്തിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്ന അയോഗ്യത ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനാവാത്ത വിധം ഒരു വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു വിടവ് സൃഷ്ടിക്കുകയാണ്. അത് മാറ്റുവാൻ ഈ കുരിശുമരണം സ്വർഗത്തിലെ ദൈവം അനുവദിക്കുമ്പോൾ ലോകത്തുള്ള സകല ജനത്തെയും റെപ്രസെന്റ് ചെയ്ത് വലതുവശത്തും ഇടതുവശത്തും 2 പേരെ ദൈവം കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. വശം ഏതായാലും കള്ളനാണ് എന്ന് തിരിച്ചറിയുക. ഒരുവൻ പോലും നീതിമാനില്ല,
എല്ലാവരും പാപം ചെയ്തു, ദൈവത്തിന്റെ തേജസ് നഷ്ടമാക്കി. ഒരുവൻ പോലും നീതിമാനില്ല ലോകത്ത്. രണ്ട് സൈഡിലും രണ്ട് കള്ളന്മാര് നിലനിൽക്കുകയാണ്. എന്നാൽ ഇടതുവശത്തെ കള്ളൻ യേശുക്രിസ്തുവിനെ ചോദ്യം ചെയ്യുകയാണ്. എന്താണ്? നീ രക്ഷിക്കുവാൻ, നീ ദൈവമാണെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്കുക, കുരിശിൽ നിന്നും ഇറങ്ങിവ, നീ ഞങ്ങളെ കൂടെ രക്ഷിക്കുക. ഇങ്ങനെ പറയുന്ന ഒരു സമയത്ത് വലതുവശത്തെ കള്ളൻ ഇടതുവശത്തെ കള്ളനോട് സംസാരിക്കുകയാണ്. നമ്മൾ ഈ ശിക്ഷയ്ക്ക് യോഗ്യരാണ്, ഇവൻ സത്യമായും ദൈവമാണ്, ഈ ശിക്ഷയ്ക്ക് ഇവൻ യോഗ്യനല്ല. എന്നിട്ട് യേശുക്രിസ്തുവിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ രാജാവായി വരുമ്പോൾ എന്നെ കൂടി ഓർക്കണം. പാപിയായ കള്ളന്റെ അവസ്ഥ ഒരു നിമിഷം കൊണ്ട് മാറി മറിയുകയാണ്. വലതുവശത്തെ കള്ളൻ തന്റെ തെറ്റിൽ പശ്ചാത്തപിച്ച് ഇടതുവശത്തെ കള്ളനോട് സുവിശേഷം പറഞ്ഞ്, അല്ലെങ്കിൽ ഇവൻ ദൈവമാണെന്ന് പറഞ്ഞ്, നമ്മൾ ഈ ശിക്ഷയ്ക്ക് യോഗ്യരാണെന്നും ഒക്കെ പറഞ്ഞ് അവനൊരു മാനസാന്തരം ഉണ്ടാകുവാൻ ശ്രമിച്ചെങ്കിലും ഇടതുവശത്തെ കള്ളനൊരു മാനസാന്തരം ഉണ്ടായില്ല. ഈ രണ്ടുപേരും ഒരേ കയ്യകലത്തിൽ നിന്നിട്ടും യേശുക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റാതെ കടന്നുപോയി. എന്നാൽ വലതുവശത്തെ കള്ളൻ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനോട് പറയുകയാണ്, നീ രാജാവായി വരുമ്പോ എന്നെ കൂടി ഓർക്കണം. യേശുക്രിസ്തു മറുപടി പറഞ്ഞു, ഇന്ന് നീ എന്നോടൊപ്പം പറുദീസായിൽ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ലോകത്ത് രണ്ട് ടൈപ്പ് ഓഫ് ജനമുണ്ട്. രണ്ട് സൈഡിലും നിൽക്കുന്നത് കള്ളന്മാരാണ്. ഈ ലോകം മുഴുവനും കള്ളന്മാരാണ്. എന്നാൽ ഒരു സൈഡിൽ നിൽക്കുന്ന ജനം, വലത് സൈഡിൽ നിൽക്കുന്നവര് കള്ളനാണെങ്കിലും പാപിയാണെങ്കിലും ഒരു മാനസാന്തരത്തിന്റെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോ അവന് നിത്യജീവനിൽ എത്തുവാൻ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ സാധ്യമാവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒരേ സൈഡിൽ രണ്ടുപേരും തുല്യ അകലത്തിൽ നിന്നിട്ടും ഇടതുവശത്തെ കള്ളന് ഇത് മനസ്സിലാകാൻ സാധ്യതയുണ്ടായില്ല. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്ന് ഈ ഒരു പാപത്തെ മോചിക്കുവാൻ നമ്മുടെ മുമ്പിൽ ഒരാളുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. അത് കുരിശുമരണത്തിന്റെ യോഗ്യതയിലൂടെ മാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ലോകത്തിലേക്ക് പാപം കടന്നു വന്നത് ഒരു മരത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു മരത്തിന്റെ കനി പറിച്ച് തിന്നതിലൂടെയാണ് ലോകത്തിലേക്ക് പാപം കടന്നു വന്നത്. പാപം എടുത്തു മാറ്റുവാനും ദൈവം ഒരു മരം ഉപയോഗിക്കുകയാണ്, കാൽവരിയിലെ കുരിശു മരം. ഹല്ലേലൂയ. പാപം കൊണ്ടുവന്നത് ഒരു മരത്തിന്റെ ഫലമാണെങ്കിൽ കാൽവരിയില് കുരിശു മരത്തിൽ ഒരു ഫലമായി യേശുക്രിസ്തു കടന്നു വരികയാണ്. ഹല്ലേലൂയ. പാപം കൊണ്ടുവന്നത് ഒരു സ്ത്രീയിലൂടെയാണെങ്കിൽ ഇതാ പാപത്തിന്റെ ഫലം, പാപത്തിന്റെ പരിഹാരമായി പരിശുദ്ധ മറിയത്തിന്റെ ഉദരഫലം നമുക്ക് അനുഗ്രഹമായി വരികയാണ്. തോട്ടത്തിന്റെ നടുവിലത്തെ ഒരു വൃക്ഷം പാപത്തിന് കാരണമായെങ്കിൽ കാൽവരിയില് രണ്ട് കള്ളന്മാരുടെ രണ്ട് കുരിശിന്റെ നടുവിലത്തെ മരം അതെടുത്തു മാറ്റുകയാണ്. ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് കാൽവരിയിൽ നടക്കുകയാണ്. ഈ സമയത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തുകൊള്ളുക, കാൽവരിയില് കുരിശുമരണം നടക്കുന്ന സമയം സൂര്യൻ ഇരുണ്ടുപോയി. സൂര്യൻ ഇരുണ്ടുപോയി എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്താണ് സാത്താനുമായുള്ള ഡീല് യേശുക്രിസ്തു ക്ലോസ് ചെയ്യുക. ഈ ഗലാത്യ 3:13 ഒന്നുകൂടെ നിങ്ങൾ ഓർത്തുകൊള്ളുക. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. നിയമത്തിലൂടെ കടന്നു വന്ന ശാപം യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്താൽ എടുത്തു മാറ്റി. അത് പാപമാകാം, ശാപമാകാം, രോഗമാകാം, ബന്ധനമാകാം, എന്തുമായിക്കൊള്ളട്ടെ എല്ലാം യേശുക്രിസ്തു തന്റെ ശരീരത്തിലൂടെ എടുത്ത് മാറ്റുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സകല മാനവരാശിയുടെയും പാപത്തെ യേശുക്രിസ്തു ചുമന്ന് മാറ്റുകയാണ്. സൂര്യൻ ഇരുണ്ടുപോയി എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. സൂര്യൻ ഇരുണ്ടുപോയി. ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം കൂടെ നമ്മളൊന്ന് പഠിച്ചാൽ നമുക്കിതിന്റെ രഹസ്യം ഒന്ന് മനസ്സിലാക്കുവാൻ പറ്റും. ഉൽപ്പത്തിയുടെ പുസ്തകം എടുത്താൽ 1-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഭൂമി രൂപരഹിതമായിരുന്നു, ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു, ആഴത്തിന്റെ മുകളില് അന്ധകാരം വ്യാപിച്ചിരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ,
ലോക സൃഷ്ടിയുടെ സമയം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത് ലോകത്തിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. എന്നാൽ ഈ അന്ധകാരം വ്യാപിച്ചിരുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും കൂടെ ഒന്നു ചേർന്നപ്പോൾ ഉൽപ്പത്തി 1:3 ദൈവം ഇങ്ങനെ അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലത് എന്ന് കണ്ടു. വെളിച്ചത്തെ ഇരുളിൽ നിന്നും ദൈവം വേർതിരിച്ചു. ഹല്ലേലൂയ. ആദ്യം ഈ ലോകത്ത് ഇരുട്ടായിരുന്നു. ആ ഇരുട്ടിനെ മാറ്റിക്കൊണ്ട് അവിടെ ഒരു വലിയ പ്രകാശത്തെ ദൈവം സൃഷ്ടിക്കുകയാണ്. ഈ പ്രകാശമെന്ന് പറയുക എന്നീ കാണുന്ന സൂര്യന്റെ പ്രകാശം അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ ദൈവത്തിന്റെ ജനമേ, സൂര്യനെ ദൈവം സൃഷ്ടിക്കുന്നത് 4-ാമത്തെ ദിവസമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 14 തൊട്ട് താഴേക്ക് വായിക്കുമ്പോഴാണ് നമുക്ക് സൂര്യനെയും ചന്ദ്രനെയും ഈ ഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുക. ലോകത്തിൽ ഉൽപ്പത്തി എടുത്താൽ 1 തൊട്ട് 13 വരെയുള്ള ഉൽപ്പത്തി 1-ന്റെ 1 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ ഈ ലോകത്ത് സൂര്യൻ ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. മുന്നോട്ട് പോയാൽ പുറപ്പാട് അനുഭവം, 10 മഹാമാരി, 10 മഹാമാരിയിലൂടെ ജനം കടന്നു പോകുന്ന ഒരു സമയം. 9-ാമത്തെ മഹാമാരി എന്ന് പറയുക അന്ധകാരമായിരുന്നു. 10 മഹാമാരി ഈ ഈജിപ്തിലെ ജനത്തിന്റെ നടുവിലേക്ക് ദൈവം അയക്കുമ്പോൾ 3 ഭൂമിയിൽ നിന്ന്, 3 വെള്ളത്തിൽ നിന്ന്, 3 ആകാശത്ത് നിന്ന്. ആകാശത്തെ സൂര്യൻ എന്ന് പറയുക സൂര്യദേവനാൽ. ഇതെല്ലാം ദൈവങ്ങളെ പോലെ ഈജിപ്തിലെ ജനം ആരാധിച്ചു കൊണ്ടിരുന്നതാണ്. സൂര്യനെ അതിരാവിലെ എഴുന്നേറ്റ് വെള്ളത്തിൽ ഇറങ്ങിയിരുന്ന് ഫറവോ ആരാധിക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. 9-ാമത്തെ മഹാമാരിയിൽ സൂര്യൻ ദൈവമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സൂര്യനെ ദൈവം അടച്ചു. 3 ദിവസം ഈജിപ്തിൽ അന്ധകാരമായിരുന്നു. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുക പുറപ്പാട് പുസ്തകത്തിൽ, തൊട്ടറിയാവുന്ന അന്ധകാരം. അന്ധകാരത്തെ എങ്ങനെയാണ് തൊടാൻ പറ്റുക? ഇവിടെ സഹോദരങ്ങളെ, ഈജിപ്തിലും പാലസ്തീനിലും ഇസ്രയേലിലും ഒക്കെ ഒരു 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 ഖംസീൻ എന്ന് പറയുന്ന ഒരു കാറ്റടിക്കും. 50 ദിവസത്തിൽ ഒരിക്കൽ കടന്നു വരുന്ന ഈ കാറ്റ് കടന്നു വരുമ്പോൾ ഈ അന്തരീക്ഷത്തിലുള്ള അല്ലെങ്കിൽ ഭൂമിയിലുള്ള പൊടി ഇങ്ങനെ പറന്ന് അന്തരീക്ഷം മുഴുവൻ ഈ പൊടിപടലം അങ്ങോട്ട് നിറയും. പൊടിപടലം അന്തരീക്ഷത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ മണലിൽ നമുക്ക് തൊടാൻ പറ്റുന്നത് പോലെ അന്ധകാരം അവിടെ വ്യാപിക്കുകയാണ്. ഈ അന്ധകാരത്തിന്റെ സമയത്ത് ഈ കാറ്റടിക്കുമ്പം ഈ മണലിങ്ങനെ ഉയർന്നു പോകുമ്പം ഇതിൽ നമുക്ക് സ്പർശിക്കാൻ പറ്റുന്ന വിധത്തിൽ തൊട്ടറിയാവുന്ന അന്ധകാരം ഈജിപ്തിലെ ജനത്തിന്റെ നടുവിൽ ബാധിക്കുകയാണ്. ഈ സമയം നിങ്ങൾ ഓർക്കുക, ഇസ്രായേൽ ജനത്തിന്റെ എല്ലാ കുടുംബങ്ങളിലും വെളിച്ചമുണ്ടായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ. കാലങ്ങൾക്ക് ശേഷം കാൽവരിയിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം നടക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, സൂര്യൻ ഇരുണ്ടുപോയി. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഒരു തരത്തിൽ ശ്രദ്ധിച്ചാൽ സൃഷ്ടാവായ ദൈവത്തിന്റെ നഗ്നത മറയ്ക്കുവാൻ സൃഷ്ടിയായ സൂര്യൻ സ്വയം അസ്തമിച്ചു എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അതല്ല, ആ ഒരു സമയം ലോകത്തെ അന്ധകാരം വ്യാപിച്ചു. ഈ സമയം സൈറ്റനുമായിട്ടുള്ള ഡീല് ക്ലോസ് ചെയ്തു ദൈവം. 3 മണിക്കൂർ സമയം അന്ധകാരം വ്യാപിച്ചു. പിന്നീട് ലോകത്തിൽ വീണ്ടും പ്രകാശം കടന്നു വരികയാണ്. ഉൽപ്പത്തിയിൽ ആദ്യം അന്ധകാരം, പിന്നീട് വെളിച്ചം കടന്നു വന്നു. ഹല്ലേലൂയ. പുറപ്പാട് ഫറവോയുടെ അടിമത്വത്തിൽ അന്ധകാരം, അവിടെ ഇസ്രായേൽ ജനത്തിന്റെ ഭവനത്തിൽ വെളിച്ചം. ഇസ്രായേൽ ജനത്തിന്റെ ഓരോ കുടുംബങ്ങളിലും തെളിഞ്ഞു നിന്നിരുന്നത് സൂര്യന്റെ പ്രകാശമായിരുന്നില്ല. ഉൽപ്പത്തി 1:3 വെളിവാക്കപ്പെട്ട ദൈവത്തിന്റെ തേജസ്സാകുന്ന ഒരു വലിയ പ്രകാശം, ക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ഒരു പ്രകാശം,
പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, സൂര്യൻ ഇരുണ്ടുപോയ സമയത്തിന് ശേഷം, ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് ശേഷം സൂര്യൻ വീണ്ടും ഉദിക്കുകയാണ്. ലോകത്ത് ഒരു പുതിയ ക്രമം സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു എന്ന് തിരിച്ചറിയുക. കാരണം ആ അന്ധകാരത്തെ മാറ്റി പിന്നീട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഒരു ആത്മീയ പ്രകാശമാണ്. ഈ ആത്മീയ പ്രകാശത്തിന്റെ പിന്നാലെ നമ്മൾ കടന്നു പോയാൽ നമുക്ക് നിത്യ ജീവനിൽ എത്തുവാൻ സാധിക്കും. വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് പറഞ്ഞ് ഒരു പുതിയ പാത തുറന്നു തന്ന് യേശുക്രിസ്തുവിന്റെ കുരിശു മരണത്തിലൂടെ നമുക്ക് നിത്യതയിലേക്ക് കടക്കുവാൻ പറ്റും. ഹല്ലേലൂയ. ഓർത്തുകൊള്ളുക, വെളിപ്പാട് പുസ്തകം 21 അധ്യായം 22 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ഒരു വാക്യം നിങ്ങൾക്ക് അവിടെ കാണുവാൻ പറ്റും. യോഹന്നാൻ ശ്ലീഹ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ്. ഈ കണ്ട കാര്യം എഴുതി വെക്കുവാൻ ദൈവം യോഹന്നാൻ ശ്ലീഹയോട് പറയുമ്പം യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ എഴുതി വെച്ചു, നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 21 അധ്യായം വെളിപ്പാട് പുസ്തകത്തിന്റെ ഹെഡിങ് എന്ന് പറയുക പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. ആകാശം മാറിപ്പോകും, ഭൂതലം മാറ്റപ്പെടും, എന്നാൽ മാറ്റമില്ലാത്തത് ദൈവത്തിന്റെ വചനം മാത്രമാണ് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. ഇവിടെ എന്താണ് പറയുക? നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല എന്ന് യോഹന്നാൻ ശ്ലീഹ വെളിപ്പാട് പുസ്തകം 21:22 എഴുതി വെച്ചു. വീണ്ടും പറയുകയാണ്, എന്തുകൊണ്ടെന്നാൽ ശ്രദ്ധിച്ചു കേൾക്കുക, സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം. കുഞ്ഞാടാണ് അവിടുത്തെ ദേവാലയമെന്ന് വ്യക്തമാക്കുന്നു. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇനി പുതിയ ആകാശവും പുതിയ ഭൂമിയും കടന്നു വരുമ്പോൾ ഒരു ദേവാലയമായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുക. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, നഗരത്തിന് പ്രകാശം നൽകുവാൻ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെന്താണ്? ദൈവത്തിന്റെ തേജസ്സാണ് അതിനെ പ്രകാശിപ്പിച്ചിരുന്നത്. അതിന്റെ ദീപം കുഞ്ഞാടാണ്. അതിന്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും. ഹല്ലേലൂയ. ഇനി ഈ ലോകത്തൊരു പ്രകാശം തരുവാൻ ഒരുവൻ ഉണ്ടെങ്കിൽ അത് നസ്രായനായ യേശുക്രിസ്തുവാണ്. ലോകത്തിന്റെ പാപം നീക്കിയ ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഉൽപ്പത്തി 1:3 ദൈവം സൃഷ്ടിച്ചുവെന്നല്ല, അവിടെ കടന്നു വന്ന ഒരു പ്രകാശമെന്ന് പറയുക യേശുക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട പ്രകാശമാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ ആകാശം ഇല്ലാതെയാകും, ഈ ഭൂമി ഇല്ലാതെയാകും, ഈ ഭൂമിയിലുള്ള സകലതും കത്തിച്ചാമ്പലാകും. എന്നാൽ ഓർത്തുകൊള്ളുക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ സ്വർഗം തന്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചത് വെറുതെയല്ല, ലോകത്തിന്റെ മാനവരാശിയുടെ പാപം എടുത്തു മാറ്റുവാൻ. ഇനി സൂര്യൻ ഇല്ലാതെ ആയാലും ചന്ദ്രൻ ഇല്ലാതെ ആയാലും നമുക്ക് പ്രകാശം തരുവാൻ ഒരുവനുണ്ട്. അവന്റെ പേര് നസ്രായനായ യേശു എന്നാണ്. വിശ്വസിക്കുവാൻ പറ്റുമെങ്കിൽ യേശുക്രിസ്തുവിനെ ദൈവമായി നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിളിച്ചു പറയണം, യേശു എന്റെ ദൈവമാണ്. യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, റോമാലേഖനം 10:9 പറയുന്നു, യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഹൃദയത്തിൽ വിശ്വസിക്കണം. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. അധരം കൊണ്ട് പ്രഖ്യാപിക്കുമ്പോഴാണ് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുക. യേശുവിന്റെ കുരിശുമരണം വലിയ രഹസ്യമായി സ്വർഗം കരുതി വെച്ചു, നമ്മളുടെ ഓരോരുത്തരുടെയും അനുഗ്രഹത്തിനായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരിശുമരണത്തെക്കുറിച്ച് നിരവധിയായ ബൈബിള് നമ്മുടെ മുമ്പിൽ എത്രയേറെ ഇൻസിഡന്റുകളാണ് സ്വർഗം നമ്മുടെ മുമ്പിൽ നൽകുക. വീണ്ടും ദൈവത്തിന്റെ വചനം കുരിശുമരണത്തിന്റെ ആഴമേറിയ ചിന്തകളുമായി നമ്മൾ വീണ്ടും കാണും. നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, അത് മറ്റാരുമല്ല, നസ്രായനായ യേശുക്രിസ്തു. കുരിശുമരണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് ഇന്നു തൊട്ട് ഈ ലോകത്തുള്ള ഒന്നും നമ്മൾ ആശ്രയിക്കത്തില്ല. നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, സത്യം നിങ്ങൾ അറിയുമ്പോഴാണ് ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുക. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം
8-ാം അധ്യായം 32-ാം വാക്യം, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സത്യം അറിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ചേർത്ത് പിടിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനം നെഞ്ചോട് ചേർത്ത് പിടിക്കാം. യേശുക്രിസ്തുവിനായി മരണം വരെ നിൽക്കുമെന്ന് കർത്താവിന് മുമ്പിൽ നമുക്ക് വാക്കു കൊടുക്കാം. ഇതൊരു ഉടമ്പടിയാണ്, രക്തത്തിന്റെ ഉടമ്പടി, യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഉടമ്പടി. അത് ഏറ്റെടുത്തുകൊണ്ട് നിത്യതയിലേക്ക്, നിത്യജീവനിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.